8, 10 എന്നും പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. വേഗം വേഗം സറ പറയുന്ന പറഞ്ഞ ഇന്നത്തെ പരിപാടി ഇങ്ങോട്ട് തീർക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാക്കണേ എല്ലാവരും ഞാൻ ഹാർദമായിട്ടൊന്ന് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇന്നത്തെ വീഡിയോ ഇത് പറയുകയാണെങ്കിൽ ഇതാണ് അമ്മയൊക്കെ വന്നിട്ടുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഭയങ്കര കച്ചറ കുറ്റിച്ചിറ മാനാഞ്ചിറ എന്നൊക്കെ പറഞ്ഞ മാതിരിക്കാണ് ഇന്നത്തെ ദിവസം പോണത്. അപ്പോൾ ആകെപ്പാട് അലമ്പും മോച്ചയും വിളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും വിളി ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോണത്. അപ്പോൾ രാവിലെ ഇതാക്കുന്ന കുറച്ച് കാലത്തൊക്കെ നീച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. വിരുന്നാർ വന്നുകൊണ്ടല്ല, നമ്മളെ മൂപ്പർക്ക് പണി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ പണിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരത്തെ കാലത്ത് അങ്ങോട്ട് നീച്ചതാണ് കേട്ടോ. അപ്പോൾ നീച്ചൊക്കെ വന്ന് ഇതാക്കണ കുറച്ച് ഒരു 6 മണിയായപ്പോഴാണ് കേട്ടോ നീച്ചത്. അപ്പം ഇനി ഒരു ചായ ഒരു കടിയും കൂടി ഉണ്ടാക്കണം. ചോറ് വേണമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ. വേണമെങ്കിൽ കൊണ്ടേക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അഥവാ നമ്മൾ ഉണ്ടാക്കാതെ നിൽക്കുമ്പോഴേക്കും ചോറ് വെച്ചിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അത് മേടിച്ചാണ്ട് ഞാൻ വേഗം ചോറ് അടുപ്പത്തിട്ടിരിക്കണം കേട്ടോ. വേഗം ചായയൊക്കെ വെച്ചിട്ട് ചോറൊക്കെ അടുപ്പത്തിട്ടു. അതിൻ്റെ ഇടയിലാണ് ഫോൺ ഇതാക്കണം കൂക്കും വിളിയായിട്ട് ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചാർജ് കഴിഞ്ഞിരിക്കണേ, അതിനും ആണല്ലോ ഇന്ധനം. അപ്പോൾ ഞാനൊന്ന് കുത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുത്തി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അരിയൊക്കെ ഇട്ട് ഇതാക്കണത് വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി വെക്കണമല്ലോ. അപ്പോൾ ചമ്മന്തി ഉണ്ട്, അവിടെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങാണുള്ളത്. അപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് അറിയണമെങ്കിൽ അപ്പം പിടിച്ച് നന്നാക്കണ്ടല്ലോ ചേച്ചി നന്നാക്കിയൊക്കെ വെച്ചിട്ടോ. നേരെ ഇപ്പോൾ ഇതാക്കണം ഒരുപാട് നേരമൊക്കെ ആയിട്ട് തുടങ്ങിയിരിക്കണ്. അപ്പോൾ കോഴിക്കളൊക്കെ ഒന്ന് വിടാനുണ്ട്. കോഴിക്കളും നേരം ഒച്ചുംപൊളി ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ നീച്ചിട്ടില്ല കേട്ടോ. അമ്മ എന്നും രാവിലെ നീക്കണല്ലോ, അമ്മ എന്നും പെരച്ചക്കൊക്കെ നീക്കണതാണ്. ഞാൻ പിന്നെ അമ്മനെ വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. അവിടെ കിടക്കുകയാണ് കുട്ടികളപ്പാണ് കിടക്കണത്. ഉണ്ണിമോളും കുഞ്ഞാറ്റി അമ്മ പിന്നെ ആങ്ങളുടെ കുട്ടി വന്നു കേട്ടോ. അപ്പോൾ ഓലും പിന്നെ അതാകണ വീതും എല്ലാവരും കൂടിയാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നോട്ടേന്ന് വെച്ചിട്ടേന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കണം. മൂപ്പര് ഇതാകണ് പണിക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ചായയൊക്കെ കൊടുത്ത് വേഗം ഒന്ന് പണിക്ക് പറഞ്ഞേക്കട്ടെ കേട്ടോ. ഇപ്പോൾ പഴക്കുലമ്പെന്ന് ഇതാകണം 1-2 കായ്കളൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട്. അത് ഇതാ ഇപ്പോൾ കുട്ടികൾ കാണേണ്ട ഒരു താമസം ഉണ്ടാകുള്ളൂ ഒന്ന് വലിച്ച് നീട്ടിയെടുക്കാനായിട്ട്. ആകെപ്പാടൊരു മാണിക്കായാണത്. പിന്നെ ഇതാ ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാക്കണേ എൻ്റെ വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ ഇതാക്കണ കുറച്ച് ചെറിയ ജീരകം ഇട്ട വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് അങ്ങനെ തിളപ്പിക്കൊന്നുമില്ല, തിളച്ച വെള്ളം തന്നെ കൊണ്ടുവന്ന് ഒഴിക്കൽ. അപ്പോൾ അതൊരു ഗ്ലാസ് ഇതാ വെറുമ്പായിട്ടിൽ അങ്ങനെ കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ ചായക്കടി പരിപാടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് വേണമല്ലോ വിചാരിച്ച് കുറച്ച് ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കറി ഇതാക്കണ നമ്മളിതാക്കണ തട്ടിക്കൂട്ടി വലിച്ച് നീട്ടിയ ഒരു ബീഫിൻ്റെ ആ ഒരു കായും ബീഫും വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഇത്തിരി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് അവൻ കൂടി ഉണ്ട്, അവൻ കൂട്ടി തിന്നോളൂ എന്ന് വിചാരിച്ചാണ്ട് വേഗം ഇത്തിരി ഉണ്ടാക്കിയാണ്. ഈ മക്കളൊക്കെ നീച്ച് വരുമ്പോൾ ഒത്തിരി കുറച്ച് തോനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ 6:30 ചോറ് ഇതാക്കണ അടുപ്പത്തായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നേരമായപ്പോഴത്തേന് മൂപ്പര് പറഞ്ഞു എനിക്ക് ചോറൊന്നും വേണ്ട, ഇതാക്കണ് അവിടെ ചോറൊക്കെ ഉണ്ടാവും കഞ്ഞിയൊക്കെ ഉണ്ടാവും, എനിക്ക് ചോറൊന്നും വേണ്ടാന്ന് ഇപ്പോഴാണ് പറയുന്നത് കേട്ടോ. നമ്മളിതാക്കണ് കണ്ടറിഞ്ഞ് ഉണ്ടാക്കി വെക്കുമ്പോൾ മൂപ്പർക്കിട്ട് വേണേനും. അപ്പോൾ എങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ ആ ചമ്മന്തി ഉണ്ട് അതൊക്കെയൊക്കെ അങ്ങനെ മുന്നിൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയതൊക്കെ. അപ്പോഴൊന്നും പറയാതെ ഇതാക്കണം. അപ്പോൾ ഓടെ നേരത്തേക്ക് കഞ്ഞിയൊന്നും വേണ്ട അവിടെ ഉണ്ടാവും. ഇന്ന് ഇതാക്കണ് പറമ്പിലല്ല കവുങ്ങ് അല്ലെങ്കിൽ കവുങ്ങ് അടക്ക പൊറുക്കുക അങ്ങനത്തെ പരിപാടികളുണ്ട്. കൈക്കോട്ടുമണിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഇതാക്കണ ഏതോ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെ അല്ല വായത്തോട്ടത്തിലൊക്കെയാണ് പണി. അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് കഞ്ഞി അതൊക്കെ കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, ചായം കുടിച്ചിട്ട് ഒറ്റ പോക്കാണ് പോകുക കേട്ടോ. ഇപ്പം ഞാൻ ആരായി ഞാനൊരു സസ്യമായില്ലേ. ഇടക്കും തലക്കും ഇങ്ങനത്തെ സസ്യമാകണം നല്ലതാണ്. അപ്പോൾ ഏതായാലും ചോറാണ് വാർത്ത വെച്ചിട്ടുണ്ട്. അപ്പം അനിയത്തി വരാൻ പറഞ്ഞിരിക്കണമല്ലോ. അപ്പം ഈ ഒരു സാധാ ചോറ് വെക്കണ്ടെന്നിട്ടാ വിചാരിച്ച് ഞാൻ. അപ്പോൾ നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും മറ്റേത് വൈകുന്നേരത്തിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതാണ് കുട്ടികൾക്ക് ഇതാ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ഒരു 10-11 ആകുമ്പോൾ ഒരു കഞ്ഞി കുടിക്കാൻ ഒരു പൂതി വരും കേട്ടോ. അപ്പോൾ കഞ്ഞിയാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച്. ഏതായാലും ഞാൻ ചിലവാക്കാതൊക്കെ ഒന്നുമില്ല. അങ്ങനെ ഇതാ മൂപ്പര് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയൊക്കെ നീച്ചു കേട്ടോ. അമ്മ നീച്ചു കഴിഞ്ഞാൽ ഇതാക്കണം മക്കളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ നീച്ചു. എപ്പോഴോ കടന്നുറങ്ങിയാണ് കേട്ടോ. എപ്പോഴാണ് രാത്രി കുറേ നേരം ആയിക്കണ് വർത്താനൊക്കെ പറഞ്ഞപ്പം മക്കളെല്ലാവരും കൊണ്ട് കടന്നപ്പം. പിന്നെ അമ്മമ്മ വന്നല്ല, അമ്മമ്മക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ ഇതാ ഹോട്ടലിലേക്ക് പോണതല്ലേ. അപ്പോൾ നേരത്തെ കാലത്ത് നീച്ച അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മമ്മക്ക് ഇതാക്കുന്നത് ഭയങ്കര ക്ഷീണമായി. കാരണം മക്കൾ വിടുവോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കടന്നുറങ്ങിയതാണ്. അങ്ങനെ ഇതാക്കണേ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നുമില്ല. ഞാനിതാ തിരുമ്പലും കുളിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ അമ്മനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അമ്മ ഇതാക്കണ നീച്ച് ചായയൊക്കെ കുടിക്കാനൊരു മട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഞാനും തന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വേഗം ചോറ് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അരി വാങ്ങിക്കൊണ്ടിരുന്ന സംഗതി പറഞ്ഞപ്പോൾ ഇന്നലെ ഇതാക്കണ കമൻറ്റ് ഇട്ടുന്നു, ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടുന്നു. അപ്പം അറിയില്ലായിരുന്നു ഇവരൊക്കെ വരുന്ന അറിയില്ലേന്നോ ചോദിച്ചാണ്ട് ആരൊന്ന് കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അമ്മൻ്റെ കാര്യമാണ്, ഒന്നും ഉറപ്പിക്കാൻ പറ്റൂല കേട്ടോ. അപ്പം അമ്മ
വരും എന്ന് പറയും, ചിലപ്പം പറയും ഞാൻ ഇന്ന് വൈകുന്നേരം വരും കേട്ടോ. അപ്പം നമ്മൾ സാധനം കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പറയും ആടാ പൈസ കിട്ടിയിട്ടില്ല, മുതലാളി വന്നിട്ടില്ല, ഞാൻ എന്തൊക്കെ ആട്ടെ ഞാൻ വരുന്നില്ല കേട്ടോ എന്നും പറയും. അപ്പം അങ്ങനെ കുറേ ആകുമ്പോൾ നമുക്കും തന്നെ ഭയങ്കര ഒരു എക്കച്ചക്കയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, വരുമോ ഇല്ലേ സാധനം വാങ്ങി വെച്ചാൽ അങ്ങനൊരു ഇതിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ നിന്നത് അത്ര നേരമായത് ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ, അല്ല അതൊന്നുമല്ല, മറന്നു പോയതൊന്നുമല്ല. അപ്പം അമ്മേൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പം അമ്മ അതാ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ അമ്മക്ക് എപ്പോഴും ചായ കുടിക്കണം കേട്ടോ, കട്ടൻ ചായ നല്ല പൊടിയിലാണ് അമ്മ ഉണ്ടാക്കുക, നല്ലൊരു കട്ട കളറാവും കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനാണ് കേട്ടോ. അപ്പം നല്ലതല്ല എന്ന് പറയലുണ്ട്. അപ്പം അമ്മ ഇപ്പം പ്രഷറിൻ്റെ ഗുളികയൊക്കെ കുടിച്ച് തുടങ്ങിയാലോ, 2 കൊല്ലമായിട്ട് ഇത് തന്നെയാണ് പ്രഷറിൻ്റെ ഗുളിക കുടിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായ ഇങ്ങനെ കുടിക്കേണ്ടെന്നൊക്കെ പറയണതാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിലാകൊണ്ട് തന്നെ ആ ഒരു നേരത്തിന് നമുക്ക് തിന്നാൻ കഴിയൂലല്ലോ, ഹോട്ടലിൽ നമുക്ക് ഇതാക്കണ പാത്രം കഴുകണൊക്കെ ഒരു പണിയാണ് കേട്ടോ. അപ്പം ഇന്നോ അല്ലേ തുടങ്ങിയതല്ല കേട്ടോ അമ്മേൻ്റെ ഹോട്ടൽ പണി എന്ന് പറയുന്നത്. ഹോട്ടലിൽ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത്, നമ്മളാകുമ്പോഴത്തെ എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കണം. പിന്നെ ഇതാകുന്ന പാത്രം കഴുകണം, അതേമാതിരി തന്നെ കുറച്ച് നന്നാക്കാനുള്ള ഇറച്ചി മീനൊക്കെ കഴുകണം, അതേമാതിരി തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കണം. അങ്ങനത്തെ അടുക്കളയത്തെ നമ്മളെ ചുറ്റും അങ്ങനെ പുറത്തുള്ള പണികളൊക്കെയാണ് അമ്മക്കുള്ളത്. വെക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അരിയലും പിടിക്കലൊക്കെയാണ് അമ്മക്കുള്ളത്. അല്ല വെക്കാനൊക്കെ അവിടെ ആളുണ്ട് കേട്ടോ, ആണുങ്ങൾ വെക്കാനും ബിരിയാണിയും നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ ആളുണ്ട്. അമ്മ പിന്നെ ആ ഒരു പണിക്കാണ് നിൽക്കുന്നത്. അമ്മനോട് ഇനിയിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാലും അമ്മ പോകും കേട്ടോ, വെറുതെ ഇരിക്കണേന് ഭേദം അങ്ങനെ അങ്ങോട്ട് പോകുകയല്ലേ എന്നും പറയും. അപ്പോൾ അവിടുന്ന് ഇതാക്കണ നയിച്ചുണ്ടാക്കി നമ്മളെ 2 ആളെ കെട്ടിച്ച് വിട്ടിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ അവിടുന്ന് കിട്ടുന്ന ഒരു പൈസ കൊണ്ട് തന്നെയാണ് അമ്മ ഇതാക്കണം നമ്മളെ കെട്ടിച്ച് വിട്ട് ഇതാക്കണ പേറും പ്രസവവും കാര്യങ്ങളൊക്കെ കഴിച്ച് വിട്ടാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയും ഇപ്പം നിർത്തിക്കൂടെ എന്ന്, സുഖമില്ലാത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും ഇപ്പം എനിക്ക് തടിക്ക് ഏതായാലും കുഴപ്പമില്ല, ഏതായാലും ഒരു ഭാഗത്ത് കിടക്കുമ്പം ഞാനിതാകണം നിങ്ങളെല്ലാവരും വിളിക്കേണ്ട ഇന്നൊക്കെ നോക്കാൻ, അങ്ങനെയൊക്കെയാണ് പറയുക. പിന്നെ ഒരാൾ അങ്ങോട്ടൊരു തിരിച്ചൊരു വാക്ക് പറയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അമ്മ ഉള്ളത്. അങ്ങനത്തെ വർത്താനം പറയുന്ന ഇടയിൽ കൂടെ ഇതാക്കണ് ഞാനും അമ്മയും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണി ഇരിക്കുകയെന്ന് അനിയത്തി വന്നിക്കണ് കേട്ടോ. ഓൾ ഇതാക്കണ് കുറേ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അമ്മേനെ അനിയത്തിനെ എല്ലാവരും പരിചയം ഉണ്ടാവും. അപ്പോൾ പരിചയം ഇല്ലാത്തവർക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അനിയത്തിയാണ്. ഓളവിടെ നമ്മൾ തൊട്ട അയലോക്കത്തേക്കാണ് കെട്ടിച്ചത്. തൊട്ട അയലോക്കത്ത് പറയുമ്പോൾ മമ്പാട് പഞ്ചായത്ത്, ഇടവണ്ണ പഞ്ചായത്ത് കേട്ടോ, പഞ്ചായത്ത് മാറ്റിയിരിക്കണ്. അപ്പോൾ ഓളെന്താക്കണ ഇടവണ്ണ കണ്ട കെട്ടിച്ച്. അപ്പോൾ ഓൾക്ക് 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടിയാണ് കേട്ടോ. അത് ചെറിയ കുട്ടികൾ ഒരു 2ാം ക്ലാസ്സിലെത്തിയിട്ടാ. പിന്നെ മറ്റവന് ഇതാക്കണ് ചെക്കനാണ്, ഓൻ 5ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കുടുംബത്തിലെ ചെറിയ കുട്ടി എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിലെ ചെറിയ കുട്ടി അറിയാണ് ഓളാണ്. അപ്പോൾ ഓളിതാ ഭയങ്കര വർത്താനക്കാരത്തിയാണ് കേട്ടോ. അതാക്കണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മ അതാക്കണ് കൊഞ്ചിക്കുട്ടിയാണ് ഓള്, എല്ലാവരും എൻ്റെതും അമ്മേൻ്റെ എല്ലാവരും ഒരു കുഞ്ചിക്കുട്ടിയാണ് കേട്ടോള്. അപ്പോൾ ഇതാക്കണ് ഇവിടെ വന്നേരം പിന്നെ കുഞ്ഞാറ്റിൻ്റെ ഡ്രസ്സ് ഇട്ട് ഇതാക്കണ നടക്കുന്ന പണിയാണ്. അപ്പം മേമക്ക് ക്യൂടെക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണ്ണിമോളെ മുടിയൊക്കെ ചീകി കൊടുക്കുന്ന പണിയാണ് നമ്മളെ ലച്ചുമോക്ക്. അതേമാതിരി തന്നെ ഇവിടെ 2-3 ചെക്കന്മാരും കൂടി ഉണ്ടായിരുന്നു, കാണാനില്ല കേട്ടോ. ഓല് ഇതാക്കണ അവിടെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സൈഡിൽ തോടുണ്ട്, അതിലിപ്പോൾ മീൻ പിടിക്കാൻ പോയിരുന്നിട്ട്. അപ്പോൾ അത് കുറച്ച് കിട്ടിയെന്ന്, അത് ഓല് 3 നന്നാക്കി കൊടുത്ത് ഇതാക്കണ പൊരിച്ച് കൊടുത്തിട്ടുണ്ട് അമ്മ. അങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ പിന്നെ ഇതാക്കണ നമുക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾ ഇന്നെ കാണുമ്പോഴാണല്ലോ നിങ്ങൾക്കൊക്കെ സന്തോഷം വരിക, വർത്താനം കേൾക്കുമ്പോൾ രസമാണെന്നൊക്കെ പറയുന്നിട്ടില്ല. അപ്പോൾ അതും കൂടി സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ. അവിടെ ഇവിടെയും നുള്ളും നുറുമ്പൊക്കെ വീഡിയോ എടുത്തത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മളെ യൂട്യൂബിലാണ്ട് ഇട്ടാൽ കുറേ കാലം അവിടെ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളില്ലെങ്കിലും ഇതാക്കണ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുതന്നെ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണ ഒരു 12:30 മണിയോ ആ ഒരു നേരത്താണ് നമ്മൾ ചോറുന്നായിരിക്കണേ. എല്ലാവർക്കും പൈച്ചിട്ട് വെജാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോറൊക്കെ തിന്ന്. അപ്പോൾ നെയ്ച്ചോറുണ്ടാക്കി ഇതാക്കണേ ഞാൻ, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ തൈരുണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ. ഇഞ്ചിക്കറി അല്ല പുളിയിഞ്ചി ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ഉണ്ടാക്കി. അമ്മ എല്ലാട്ടും ഉണ്ടാക്കി, പൊതുവേ അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും വന്നിട്ട് അമ്മയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ തന്നെയാണ് ഉണ്ടാക്കി. അമ്മനെ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറ്. അപ്പോൾ അമ്മക്ക് പറ്റ മെലിഞ്ഞും ചെയ്തിരുന്നു, എന്തൊക്കെയോ ആയിപ്പോയിരുന്നു അമ്മ. അപ്പോൾ ഞാൻ ഇതാക്കണ അമ്മനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നന്നാക്കി വെച്ചു. അപ്പോൾ നമ്മൾ വെച്ചുണ്ടാക്കണത് തിന്നുമ്പോഴല്ലേ നമുക്ക് രസമുള്ളൂ. എന്നും അമ്മ ഉണ്ടാക്കുന്നതാണ് നമ്മൾ തിന്നൽ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അമ്മനെ കൊണ്ട് ഒരു പണിയൊന്നും ഒടിപ്പിച്ചൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാക്കണം ചോറീറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രസമായിരുന്നു കേട്ടോ. ചോറൊക്കെ തിന്ന് ഒച്ചയും വിളിയൊക്കെ ഇട്ടുണ്ട് ചോറൊക്കെ തിന്നിട്ട് ഇരുന്ന്. പിന്നെ ഇതാക്കണ ചോറീറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് കിടക്കണമല്ലോ. അമ്മയും അനിയത്തി ഇതാക്കണം അവിടെ കിടക്കണുണ്ട്.
പിന്നെ കുഞ്ഞാറ്റ ഇതാക്കുന്ന അവിടെ എവിടെയോ കളിക്കുന്നുണ്ട്. ഉണ്ണിമോളും തന്നെ കടന്നു, ചോറൊക്കെ തിന്ന് നെയ്ച്ചോറൊക്കെ തിന്ന് ആ ഒരു മയക്കത്തിൽ എല്ലാവരും കടന്നു. അപ്പോൾ ഇക്കില്ല പണി ഇതാണ് കേട്ടോ. അപ്പം അമ്മ 2 മാക്സി സീല കൊണ്ടുവന്നു അനിയത്തിക്ക്. നമുക്ക് ഇന്നാൾ കൊണ്ടുവന്ന് വാങ്ങി തിന്നല്ലോ. അപ്പോൾ അനിയത്തിക്ക് 2 മാക്സി സീല കൊണ്ടുവന്നു. സീലയാകുമ്പോൾ അവിടെ അടിക്കാൻ ആളില്ല കേട്ടോ. പിന്നെ ഉള്ള ഇടവണ്ണ അങ്ങാടിയിലൊക്കെ പോയിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ വേറെ ആളെ നോക്കണ്ടല്ലോ, നമ്മൾ തന്നെ അടിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ഓളെ 2 മാക്സി അടിച്ചു. മാക്സി നമ്മൾ നാളെ ആ ചുവപ്പ് ഉടുപ്പ് ഞാൻ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പം അമ്മാതിരിയാണ് അടിച്ചു കൊടുത്തത്. ഓൾ അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് അങ്ങനെ അടിച്ചു കൊടുത്തു. പിന്നെ ഇതാക്കണം അതിൻ്റെ നുട്ടും നുറുമ്പോണ്ട് ഇതാക്കണം നമ്മളെ ലച്ചുമോക്കും അടിച്ചു കൊടുത്തേക്കണം, നമ്മൾ അനിയത്തിൻ്റെ ചെറിയ കുട്ടിക്കും അടിച്ചു കൊടുത്തേക്കണ്. അങ്ങനെ ഇതാക്കണം. ഇവിടുത്തെ കുറച്ച് വെട്ടുകാശിനൊക്കെ ഉണ്ടായിരുന്നു. വലിയമ്മാക്ക് ക്ഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പം അങ്ങനെ ഓക്കും ക്ഷമി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഓൾ ക്ഷമയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിട്ടാണ് പോണത് എന്നാണ് പറയണത്. ഇത് രസമായിക്കണ്, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇരിക്കട്ടെ. ഇപ്പം അടിച്ചു കൊടുത്തതാണ്. കുറച്ച് സീല ഉണ്ടാകുമ്പോൾ ഇതാക്കണം ഇവക്കൊക്കെ പാകാവുമല്ലോ, നമ്മളെ കുട്ടികൾക്കൊന്നും ആവില്ല. ഇപ്പോൾ ഇവക്ക് ഇതാക്കണം കുറച്ച് പോരെ, ഇത്തിരിയല്ലേ ഉള്ളൂ, കയ്യും കാലൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇതാക്കണ 2 ഏട്ടത്തിയാൾ ഒരുക്കണ പണിയാണ്. ഒരാൾ മുടി ഇതാക്കി കൊടുക്കുന്നുണ്ട്, ഒരാൾ പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരക്കാണ്, കുട്ടിക്ക് ഇത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടും തന്നെ ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. മൂപ്പത്തിയാർക്ക് നല്ല കൊഞ്ചലാണ്. ചെറിയ കുട്ടിയാണല്ലോ എന്നുള്ളതിൽ ആ കൊഞ്ചലിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയാളെ പിന്നെ അതിലാണ് കൊണ്ടുപോയിട്ടാൽ മതി. ഓളെ ഒരുക്കാനും പിടിക്കാനൊക്കെ നല്ല കച്ചറയും കൂടും കേട്ടോ. ഏട്ടത്തിയാളായിട്ട് നല്ല കച്ചറൊക്കെ കൂടും. അങ്ങനെ ഇതാക്കണ ഒരു 4:30-5:30 ആയപ്പോൾ ഇതാക്കണ പോകാനുള്ള പുറപ്പാടിലാണ്ടോ. 4:30 കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇതാക്കണം എല്ലാവരൊക്കെ ഇങ്ങനെ ഒരുങ്ങി പിടിച്ച് ഇങ്ങനെ കുതിരുക്കാണ്. ഓട്ടോറിക്ഷ വന്നാൽ പോകേന്നു എന്ന് വിചാരിച്ചിട്ട്. അപ്പം അമ്മനോട് നാളെ പോകാമെന്നും പറഞ്ഞപ്പം നാളെ ഞായറാഴ്ചയല്ലേ, അപ്പം ഹോട്ടലിൽ ഭയങ്കര തിരക്കാവും, ആളില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം അമ്മ പോവുകയാണ്. പിന്നെ അനിയത്തിയല്ലേ, ഓളും പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ ഒരുങ്ങി പിടിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അവൾക്ക് ഒരടങ്ങാറുണ്ട് എല്ലാവരും കൂടി പോകുമ്പോൾ നമുക്ക് ഒരടങ്ങാറ്. ഇന്നലൊക്കെ നല്ല രസമായിരുന്നു, കുട്ടികളും മോച്ചയും വിളിയും വർത്താനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പം എൻ്റെ ലോകം എന്ന് പറയുന്നത് അബൽ 2 തന്നെയാണ് കേട്ടോ. അപ്പം ഓലെല്ലാവരും പോകുക, ഓട്ടോറിക്ഷ വന്ന് ഓല് പോകുക. എനിക്കൊരു മാതിരി ഉണ്ട് കേട്ടോ, ഒരടങ്ങേറുണ്ട് പോയിട്ട്. അപ്പം നമുക്ക് ഇതാക്കണം അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ തന്നെ ഓൽക്കും ഇവിടെ കുറേ ദിവസം വന്ന് നിൽക്കാനും പറ്റൂലല്ലോ. അപ്പം അനിയത്തിക്കും അങ്ങനെ നാളെ മുതൽ സ്കൂളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇല്ലാതല്ല. അപ്പം ഇത് അങ്ങളുടെ ചെറുക്കാനാണ് കേട്ടോ, റിച്ചു. അപ്പോൾ ഓനെന്താ ഗുണ്ടകളെ വരക്കൊക്കെയാണ് പോണത്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ മൂത്തച്ഛൻ്റെ കുട്ടിയുണ്ട്, ഓന് ഇപ്പോൾ ചാത്തല്ലൂർക്കില്ലല്ലേ. അപ്പോൾ അനിയത്തി പൈസ കൊടുത്തതാണ് കേട്ടോ. കുഞ്ഞാറ്റക്ക് പൈസ കൊടുത്തത് എന്തിനാണ് അറിയില്ല. അപ്പോൾ പൈസ കൊടുത്തത് അതങ്ങനത്തെ ഒരു ചടക്കുണ്ടല്ലോ. അപ്പോൾ ആങ്ങളും പെങ്ങളും ഭയങ്കര അടിയും കണ്ടു കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഓണത്തിനൊക്കെ ചെല്ലുമ്പോഴല്ലേ ഓലുള്ളൂ. അപ്പോൾ ഞാനും തന്നെ ഓട്ടോറിക്ഷ വന്നപ്പം പോലെ യാത്ര അയക്കാൻ പോകുക കേട്ടോ. ഒരു മാതിരി ഇട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോയപ്പം ഭയങ്കര ഒച്ചം വിളിയുന്ന അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുമ്പോൾ ഒരു ജാതിയാണ്. അപ്പോൾ അതാ ഞാൻ ഡാറ്റയൊക്കെ പറഞ്ഞു കൊടുത്ത് അടിക്കാമല്ലോ അടിച്ച് നോക്കുക അങ്ങനെ വേണം കേട്ടോ. ക്ഷമയൊക്കെ ഇങ്ങനെ വേണം, എന്നാലും ഇങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് യാത്ര അയക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ അയച്ച് വിധു ഇതാ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചും റിതും ഒക്കെ പോയപ്പം മൂപ്പര് ഒറ്റയ്ക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് നാളെ ഞായറാഴ്ച അല്ലേ, സ്കൂളില്ലല്ലോ, നമുക്ക് ഇന്ന് പോയാലോ എന്ന്. അങ്ങനെ ഇതാ മൂപ്പരും കൂടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാത്തല്ലൂർക്ക് പോവുകയാണ്, തറവാട്ടിക്ക് പോവുകയാണ്. അപ്പോൾ വിധു ഇതാക്കണ നേരത്തെ കാലത്ത് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പത്തിന് ഇതാക്കണ ഉണ്ണിമോള് പോയിട്ടുണ്ട്, കുഞ്ഞാറ്റയും പോയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടുത്തത് പറയണ്ട കേട്ടോ. ഒച്ചയും പുളിയൊക്കെ ഒക്കെപ്പാടൊരു ഒച്ചയും പുളി ഇല്ലോടത്ത് ഇതാക്കണ മൂക ശോകമായിട്ടുണ്ടെന്ന്. ഇന്നിപ്പോൾ ഞാനും മൂപ്പരും ഒറ്റക്കെ ഉണ്ടാകുള്ളൂ. ഒരു ജാതി ഇടങ്ങേറ് പറഞ്ഞാൽ കുറച്ചൊന്നല്ല ആ ഒരു ഇടങ്ങേറ് ഉണ്ടാകട്ടെ. മക്കളുണ്ടെങ്കിൽ എന്തോ രസമല്ലേ, ഓരോട് കച്ചറയും കൂടിയിട്ട് അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇന്നിപ്പോൾ അതാ മക്കൾ മൂകാണ്ട്, ഞങ്ങൾ നിൽക്കില്ല, എല്ലാവരും പോയിട്ട് രസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തറവാട്ടിക്ക് പോവുകയാണ്. അപ്പോൾ തറവാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഇനിയിപ്പോൾ ഓണത്തിനാണ് ആയിക്കോടെയൊക്കെ ഒന്ന് പോകാൻ പറ്റും, ഒരു ദിവസം മനസ്സ് തുറന്നിട്ട് ആയിക്കോട്ടെ ഒന്ന് പോകാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അത് ഓലും പോയപ്പോൾ എനിക്ക് എന്തോ ഒരു കരച്ചിൽ വരില്ല കേട്ടോ. ഭയങ്കരമായിട്ടൊരു കരച്ചിൽ വരിക. കാരണം ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഒരു കൂട്ടിലകപ്പെട്ടൊരവസ്ഥയാണ് ഇതിൻ്റെത്. അപ്പോൾ ഞാനെന്താ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോഴാണ് കോഴികളൊക്കെ കുറച്ച് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ, ഇനിയിപ്പോൾ ഇവരോട് മുണ്ടി മർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ആയില്ല, അപ്പോൾ ഞാൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവരോട് കയറിക്കോളും. അല്ലാതെ ഇപ്പോൾ ഭയങ്കര വേറിയിട്ടോ, എല്ലാവരും പോയിട്ട് എന്തോരം വേറി അറിയോ, ആരും ഇല്ലാതായിട്ട് ജാതിയില്ലേ. അപ്പോൾ എങ്ങനെയല്ലേ ഒരു പേരയിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടികളും മക്കളൊന്നും ഇല്ലാതെ തീരെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ മുട്ടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഒക്കെ പടം ഒരു ബഹളമയല്ലേന്നു. അപ്പോൾ കുട്ടികളെ മക്കളെ വന്നപ്പോൾ ഞാൻ കോഴിനെയും മറന്നതേന്ന്. അപ്പോൾ കോഴിക്കൂട്ടിലല്ല കേട്ടോ മുട്ടയില്ല, നമ്മൾ ചെകിരിയല്ല, നമ്മളെ എന്താ പറയുക അടക്കത്തോടുണ്ടല്ലോ, അതിലുണ്ട് മുട്ടയിടുന്നത്. അതിൽ ഇതാക്കണ ഒരു 3-4 ആൾക്കാർ മുട്ടയിടലുണ്ട്. ചിലതൊക്കെ കാക്കത്തി കൊണ്ടുപോകും, ചിലപ്പോൾ അത് അപ്പം തന്നെ എടുത്തേക്കല കേട്ടോ.
പിന്നെ ആ മുട്ട എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു പോക്കാണ്ട് പോയിട്ട് വർത്താനം പറയാനായിട്ട് മേൽക്കൂടാണ്ട് പോയി അമ്മമാരെ വീട്ടിൽ കൂടെയൊക്കെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ വന്നപ്പോൾ ഒരുവിധം നേരമായി ഇങ്ങോട്ട് കയറാൻ തന്നെ ഇങ്ങോട്ട് ആകപ്പാടൊരു നഗവല്ലിൻ്റെ മാതിരി കേട്ടോ. അങ്ങോട്ട് കയറാൻ തന്നെ പേടിയാകുക. കാരണം ആരും ഇല്ലായിട്ട് എന്തോ ഒരു ഇടങ്ങേറ് അറിയാം. അപ്പം അങ്ങനെ ഞാൻ കയറട്ടെ, ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടോ ഒക്കെ പാടിട്ടിട്ട് വലിച്ചിട്ടിട്ടാണ് പോയതാണ്. ഞാൻ നഖ അടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വർത്താനത്തിനാണ് പോയതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടില്ല. അനിയത്തിനെ കൊണ്ടാക്കിയിട്ടാണ് അമ്മ വീട്ടിലേക്ക് പോകുള്ളൂ, അമ്മ അകമ്പാടത്തേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കണില്ല, കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം, ആ ഒരു അടിച്ച് പൊളിച്ച ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക. ബൈ ബൈ.